ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന വേളയിൽ മുസ്ലിമീങ്ങളായ നമ്മളുടെ വിവേകം നഷ്ടപ്പെട്ടു പോകരുത്. വാക്കിലും എഴുത്തിലും ഒക്കെ ഒരു സൂക്ഷ്മത വേണം. കാരണം അനുദിനം നമ്മളെ ഒരു ട്രാപ്പിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെന്ന് ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയില്ല, നാൾക്ക് നാൾ മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷേ അത് ഹിന്ദു മുസ്ലിം സംഘടനമാക്കി തീർക്കൽ ചിലരുടെ ലക്ഷ്യമാണ്. അതിന്റെ പിന്നിലുള്ള സ്ഥാപിത താല്പര്യം എന്താണെന്ന് ചോറ് കഴിക്കുന്ന നമുക്കൊക്കെ അറിയാം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പം ഹിന്ദു മുസ്ലിം സംഘടനമായി അതിനൊരു പരിവേഷം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് മരീമസപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ തിരിയാനും നമ്മുടെ മനസ്സ് വ്രണപ്പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കുറിപ്പിൽ ഈ രാജ്യത്തിനെതിരെയോ ഇവിടുത്തെ സംസ്കാരത്തിനെതിരെയൊക്കെ നമ്മളെ എഴുതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ ട്രാപ്പിൽ വീണു പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ശ്രീജിത്ത് പണിക്കരുടെ ഇന്നത്തെ കുറിപ്പിലും ഹോർലിയും പ്രയോഗമുണ്ട്. ഇസ്ലാമിക ജിഹാദി, ഇസ്ലാമിക തീവ്രവാദി, ഇങ്ങനെ തുടങ്ങി പല പ്രയോഗങ്ങൾ വരുമ്പോൾ ഇസ്ലാം 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 എന്ന വാക്ക് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കൊക്കെ വേദനിച്ചേക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവന്റെ പൂതി തീർത്തോട്ടെ, അവൻ എഴുതി അവന്റെ പൂതി തീർത്തോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിലുള്ള നിഷ്പക്ഷമതികളായ ഹൈന്ദവ സഹോദരങ്ങൾ മറുപടി കൊടുത്തോളും. നമ്മൾ ഗ്യാലറി ഇരുന്ന് ഈ കളി അങ്ങ് കണ്ടാൽ മതി. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ രാജ്യമായി ഇന്ത്യയെ ഏതവും വന്ന് ആക്രമിച്ചാലും, അത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞാലും, അവിടുത്തെ ഭൂരിപക്ഷം ആരാണെന്ന് പറഞ്ഞാലും അതിന് കണക്ക് തീർത്ത് കൊടുക്കുന്നതിന് നമ്മളൊക്കെ അനുകൂലവും സപ്പോർട്ടുമാണ്. നമുക്ക് ആരുടെ മുമ്പിലും രാജ്യസ്നേഹം തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല, അത് മനസ്സിലാക്കുക. ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല, എല്ലാവരും കൂടിയതാണ് ഇന്ത്യ. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ്. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ്. മുസ്ലിമിന്റെ അല്ല, ക്രൈസ്തവന്റെ അല്ല, സിഖുകാരന്റെ അല്ല, നമ്മൾ എല്ലാവരുടെയും കൂടിയാണ്. മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും കൂടിയാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കാൻ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തവൻ മുസൽമാൻ, ഹൈന്ദവൻ, സിഖുകാരൻ, ഇവരെല്ലാം കൂടിയപ്പോഴാണ് ഈ രാജ്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ സിഖുകാരനൊന്നും ഇല്ല. എല്ലാവരും ഹിന്ദുക്കളാണ്. എല്ലാവരും ഹിന്ദുക്കളാണ്. കാരണം ഹിന്ദു എന്ന് പറഞ്ഞ മതമല്ലല്ലോ. ഹിന്ദു എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്തിന്റെ പേരാണ് ഹിന്ദു എന്നുള്ളത്. അപ്പം ഈ രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന മതമാണെങ്കിൽ ഏകശിലാത്മകമായ ഒരു സംസ്കാരം, ഒരു വിശ്വാസം, ഒരു കർമ്മം അതിനുണ്ടാകണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണ് എന്ന തലത്തിൽ. അപ്പൊ നമ്മൾ ആരും അന്യരല്ല. നമ്മൾ ഈ അന്യവൽക്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിരന്തരമായി ഇങ്ങനെ ഇസ്ലാമിക പേര് പിടിച്ചിടക്കുമ്പോൾ നമുക്ക് ഈ രാജ്യത്തോട് ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നി എന്തെങ്കിലുമൊക്കെ എഴുതിക്കണം. എന്നിട്ട് ഉമാർക്ക് പറയണം, ചോറ് ഇവിടെയും കൂറ് അവിടെയാണ്. ഇതിന് നമ്മൾ ആരും നിന്ന് കൊടുക്കരുത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. എത്ര നാളുകൊണ്ട് പറയുന്നത്. ഇവന്റെയൊക്കെ ഭൂതകാലം നമുക്കറിയത്തില്ലേ? ക്രിസ്താബ്ദം 1119 മുഹമ്മദ് ഘോറിയെ അവിടുന്ന് ഇവിടെ വിളിച്ചു വരുത്തി ആരാ? പൃഥ്വിരാജ് ചൗഹാൻ അടിക്കാൻ വേണ്ടി അന്നത്തെ അജ്മീറിന്റെ ഭരണാധികാരിയായിരുന്ന രജപുത്രനായിരുന്ന ജയചന്ദ്ര രാജാവ് പൃഥ്വിരാജ് ചൗഹാനോടുള്ള കുടിപ്പകയിലാണ് മുഹമ്മദ് ഘോറിയെ വിളിച്ചു വരുന്നത്. 1119 തറയിനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ആദ്യം മുഹമ്മദ് ഘോറി പരാജയപ്പെടുന്നു. പിന്നീട് രജപുത്രന്മാരെ കൂടി അയച്ചു കൊടുത്തിട്ടാണ് പൃഥ്വിരാജ് ചൗഹാനെ അടിക്കാൻ മുഹമ്മദ് ഘോറിയെ വിളിച്ചു വരുന്നതും പൃഥ്വിരാജ് ചൗഹാനെ നിലംപരിശാക്കുന്നതും. അങ്ങനെ പാരമ്പര്യമായി വലിയ സംസ്കാരങ്ങളൊക്കെ ഉണ്ട് പലർക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? അത്രയും ഐക്യവും അഖണ്ഡതയൊക്കെ ഭൂതകാലത്തിലുള്ളവരാണ്. അവരന്നും ഇന്നും ഈ ചതിപ്രയോഗങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരനുസൂദ്യം നടത്തിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ ജനിച്ച മണ്ണിനോട് നമുക്ക് ഒരു തരത്തിലും ഒരു വാക്കുകൊണ്ടും ഒരു നോക്കുകൊണ്ടും ഒരു ഡോട്ട് കൊണ്ട് പോലും നമ്മൾ രാജ്യത്തിന്റെ എതിരാകാൻ പാടില്ല. കാരണം ഭരിക്കുന്നവരല്ല മക്കളെ രാജ്യം. ഭരിക്കുന്നവരല്ല. കോൺഗ്രസ് ഭരിച്ചാൽ കോൺഗ്രസ് അല്ല രാജ്യം, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് അല്ല രാജ്യം, BJP ഭരിച്ചാൽ BJP അല്ല രാജ്യം. നമ്മളെല്ലാവരും കൂടുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമ്മളെല്ലാവരും കൂടിയപ്പോഴാണ് ഇന്ത്യ ഉണ്ടായത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് കാഷ്ടിച്ചിട്ട് തലയെപ്പോലും വീഴാത്ത ആളുകളാണ് ഇന്ന് രാജ്യസ്നേഹം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട. അവർ പറയാനുള്ള പറയട്ടെ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലുള്ള ഈ നിഷ്പക്ഷമതികളായ മനുഷ്യരെ തന്നെ തിരിച്ചു വിരൽ ചൂണ്ടുന്ന കാലം വരും. കാത്തിരിക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വാക്കിലും എഴുത്തിലും ഒന്നും രാജ്യവിരുദ്ധമായത് നമ്മുടെ വാക്കിലോ എഴുത്തിലോ നോക്കിലോ ഡോട്ടിൽ പോലും രാജ്യത്തിന് ഹിതകരമല്ലാത്ത ഒന്നും നമ്മൾ എഴുതി പോകാൻ പാടില്ല. ഞാൻ അതുകൊണ്ട് ആവർത്തിച്ച് പറയാണ്, ഭരിക്കുന്നവരല്ല രാജ്യം, നമ്മളെല്ലാവരും കൂടിയാണ് രാജ്യം. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവികാരത്തിനോടൊപ്പം നമ്മൾ നിൽക്കണം. നമ്മളെ അപരവൽക്കരിക്കാൻ വേണ്ടി പലതും എഴുതും. കഴിഞ്ഞ ദിവസം ന്യൂസ് സീറ്റിനകത്ത് ആരിഫ് ഹുസൈൻ പറഞ്ഞൊരു പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു കാണും. മദ്രസയിലൊക്കെ സൈന്യത്തിൽ ചേരാൻ പാടില്ല എന്ന് വ്യാപകമായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. 1965 നടന്ന ഇന്ത്യ പാക് വാറിൽ ഇന്ത്യൻ സൈന്യത്തിന് നേതൃത്വം കൊടുത്തത് ഹവിൽദാർ അബ്ദുൽ ഹമീദാണ്. ഇന്നിപ്പോ ഈ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ നേതൃത്വം കൊടുത്താരാ? വനിതാ പക്ഷത്തിൽ നിന്ന് സോഫിയ ഖുറൈഷി. 1965 2025 മുസ്ലിമാണ് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഈ കാലം സാക്ഷി, ചരിത്ര സാക്ഷി എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ക്രമേണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളൂ. സത്യത്തിന്റെ ഒരു സ്വഭാവം ഉണ്ട്, അറിയത്തില്ല നിങ്ങൾ? എത്ര ആഴിയിലേക്ക് കുഴിച്ചു മൂടപ്പെട്ടാലും സത്യത്തിന്റെ നാബ് ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും നിരാശപ്പെടണ്ട, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. അത് മാത്രമല്ല, ഈ നിമിഷം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ പാക് വാർ നടക്കുമ്പോൾ പാകിസ്ഥാൻ നമുക്ക് ഇങ്ങോട്ടുണ്ടാക്കിയ നഷ്ടത്തേക്കാൾ 10 ഇരട്ടി നമ്മുടെ സൈന്യം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ആഹ്ലാദഭരിതരാണല്ലോ. കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നമ്മുടെ പ്രിയപ്പെട്ട BJP നേതാക്കന്മാർ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആഹ്ലാദം പങ്കുവെക്കുന്നത്. സത്യത്തിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? 1947 ജൂൺ 3 നടന്ന പതാക നിർണയ കമ്മിറ്റി, അഥവാ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പതാക ഉണ്ടാകണം, അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ചു. 1947 ജൂലൈ 22 നമ്മുടെ ഇന്നത്തെ ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അന്നത്തെ ഭരണഘടനാ സമിതി അംഗീകരിച്ചു. പക്ഷെ അന്ന് ഭഗവധ്വജം അഥവാ കാവ്യ പതാകയാകണം ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് ശടിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ പതാകയെ സമീപകാലം വരെ അംഗീകരിച്ചിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. ശശികല ടീച്ചർ അഭിലാഷ് മോഹനുമായി റിപ്പോർട്ട് ചാനൽ എൻകൗണ്ടർ അഭിമുഖമുണ്ട്. ആ പരിപാടി ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നത് കണ്ടാൽ മതി. അവരത് അംഗീകരിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ ഇന്നും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടില്ല. ആ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഈ സന്തോഷം പങ്കിടുമ്പോൾ നമ്മൾ ഇന്ത്യക്കാര് ദേശീയ ബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. നിങ്ങൾ മാറി വരുന്നുണ്ടല്ലോ, ഇങ്ങനെ കാലാന്തരത്തിൽ എല്ലാവർക്കും നല്ല മാറ്റം വരും. അതാ ഞാൻ പറഞ്ഞത്, കാലം സാക്ഷി ചരിത്രം സാക്ഷി.